ഇതാ ഷാജി ഫോറസ്റ്റുകാരെ കിട്ടീൻ്റെ അവള് ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഇതാ ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയാണ്, അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഫോറസ്റ്റ് രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഓണേൻ്റെ ഇടയിലാണ് അവള് ഈ പരിപാടിക്ക് നിന്ന്. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ വീട് എന്ന് പറയുന്ന തള്ളന്റെ മാത്രം സ്വത്ത് മുതലൊന്നല്ല, എന്റെ അത്താന്റെ കൂടി പേർക്കുള്ള മുതലാണ്. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തള്ളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം. ഓനെ മുത്തു, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പൊക്കിയില്ലെങ്കിൽ എന്നെ നീ വേറെ പേരിട്ട് വിളിച്ചോ. എന്റെ മക്കളൊന്നും എത്തിങ്ങാനും ഇങ്ങോട്ട് എത്തട്ടെ. പിന്നെ എന്റെ മക്കളെ കേടുവരുത്താൻ നീയല്ല, നിന്റെ തന്ത കാതർ വിചാരിച്ചാലും നടക്കില്ലടാ. നിന്റെ മോനെ നടക്കില്ലടാ. എന്റെ അളാമാന്റെ മക്കളുടെ സിനൂനി അസറൂനി മാത്രം നിനക്ക് കിട്ടിയിരിക്കും. എന്റെ മക്കളുടെ ദേഹത്ത് തൊടാൻ നിനക്ക് നിന്റെ മറ്റേത് ഞാനുണ്ടല്ലോ നിന്റെ കട്ടിതാണ്ട് കളയും. അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഉമ്മാന്റെ വിളിക്കും ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ SI-യുടെയും അതുപോലെ തന്നെ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാം ഇടപെടലിന്റെ ഫലമായി ഇപ്പോൾ ഷാഹിദ ഷാജിയുടെ ഉമ്മക്ക് വീട് വിട്ടു നൽകാൻ തീരുമാനമായിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഷാഹിദ ഷാജി വീട് വിട്ടുകൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി പോകുന്നു എന്ന സന്തോഷകരമായ ഒരു വാർത്ത. അതുപോലെ തന്നെ പോകുന്ന പോക്കിൽ ചന്ദനം മുറിച്ച് കടത്താൻ നോക്കിയതിന് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഷാഹിദ ഷാജിക്കെതിരെ പുതിയ കേസ്. മറ്റൊന്ന്, മുത്തുവിനെ ചീത്ത പറയുന്നതുമായി ബന്ധപ്പെട്ട് മുത്തു പുറത്തുവിട്ട വളരെ അസഭ്യപരമായ ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ്. ഇത് എല്ലാം തന്നെ അടങ്ങുന്നതാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് നമുക്ക് ഷാഹിദ ഷാജിയുടെ മരം മുറിക്കലിൻ്റെമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഇതാ ഷാജി ഫോറസ്റ്റുകാരെ കിട്ടീൻ്റെ അവള് ചന്ദനവേട്ട നടത്തിയതാ, പൊക്കിയിട്ടുണ്ട്. ഇതാ ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയാണ്, അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഫോറസ്റ്റുകാർ അവൾ എന്നെ നാറ്റിച്ചതല്ലേ, അവൾ എനിക്കിട്ട് പണി തന്നവളവൾ. ഇതാ ഫോറസ്റ്റുകാർ അവളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ യൂട്യൂബറാണ് പറഞ്ഞ് എന്നിട്ട് നാറ്റിച്ചതാ. രണ്ടാമത്തെ വണ്ടിയാണ്, ഇതിപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. അവൾ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഓണേൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് നിന്ന്. തൊണ്ടി മുതൽ കിട്ടിയില്ല ഗൈസ്. ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇത്രയും നീളമുള്ള സാധനമാണ് ഗൈസ്. തൊണ്ടി അവിടെ അടിയോടെ വെട്ടിയതാ. തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട്, എവിടെയും പുറത്ത് പോയിട്ടാ കൊണ്ടുപോകണുള്ളൂ ഗൈസ്. അപ്പോൾ കാര്യങ്ങൾ ഏതായാലും നിങ്ങൾ കണ്ടു കാണും. അവസാനമായി പോകുന്ന പോക്കിൽ കിട്ടുന്നതെല്ലാം എടുത്തു പോകാമെന്ന ഷാഹിദ ഷാജിയുടെ അവസാന ഐഡിയ ഇപ്പോൾ എല്ലാം കൊയഞ്ഞു മറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം പോകുന്ന പോക്കിൽ അവിടെയുള്ള ചന്ദനം മുറിച്ച് കയറ്റിക്കൊണ്ടു പോകാൻ ഷാഹിദ ഷാജി ഒരു ശ്രമം നടത്തുകയാണ്. അത് തീർച്ചയായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കും നിങ്ങൾക്കും എല്ലാം വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പറമ്പിലുള്ള ചന്ദനമാണെങ്കിലും നമുക്കങ്ങനെ മുറിച്ച് കടത്താൻ വേണ്ടി സാധിക്കുകയില്ല. അതിനിവിടെ വനം വകുപ്പും നിയമങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് പാലിച്ച് മാത്രമേ ഏതൊരു പൗരനും സാധനം വിൽപ്പന ചെയ്യാനും മുറിക്കാനും എല്ലാം അധികാരമുള്ളൂ. ഷാഹിദ ഷാജി ഇത് ലംഘിച്ചിരിക്കുകയാണ്. തൊണ്ടി മുതലടുക്കം റേഞ്ച് ഓഫീസർ വന്നതിന് ശേഷം നേരിട്ട് കാണുകയും ഷാഹിദക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 5 മക്കളും ഒപ്പരമുള്ളതിനാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല. അവരുടെ സ്വന്തം ജാമ്യത്തിൽ അവരെ വിട്ടയക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഷാഹിദ വലത് കാല് വെച്ച് പോകുന്ന സമയത്ത് തന്നെ എത്ര മോശപ്പെട്ട ഒരു കാര്യം ആ മംഗളകരമായ കർമ്മത്തിൻ്റെ ഒരു ശോഭ നശിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ ഷാഹിദയ്ക്ക് നിയമത്തിൻ്റെ നടപടികൾ തീർച്ചയായിട്ടും നേരിടേണ്ടതായിട്ട് വരും. വന്യമര സംരക്ഷണ നിയമത്തിൽ ഇതേതായാലും ഒരു തെറ്റ് തന്നെയാണ്. സാധനം ചന്ദനമാണ്. തീർച്ചയായിട്ടും കേസും നൂലാമാലകളുമായിട്ട് വരും ദിവസങ്ങളിൽ ഷാഹിദ ഷാജി എന്തായാലും കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതാരാണ് പണി എനിക്ക് തന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും തിരിച്ച് ഞാൻ അവർക്ക് പണി വരുന്നുണ്ട് എന്നും ഷാഹിദ ഷാജി വെല്ലുവിളിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്.
അതെല്ലാം ഒരു വഴിക്ക് നടക്കുന്നതിന് പുറത്ത് തന്നെ ഷാജി ഇതിനു മുമ്പേ നമ്മളെ വെല്ലുവിളിച്ചത് നമ്മൾ കണ്ടതായിരുന്നു. ഈ വീട് എന്ന് പറയുന്നത് ആ തള്ളയുടെ മാത്രമല്ല എന്നും ആ തള്ളയുടെ പള്ളയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി ഉമ്മ എന്ന് വിളിച്ചത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ അവകാശം കഴിഞ്ഞിട്ടേ തൻ്റെ താഴെയുള്ള 2 അനുജത്തിമാർക്കും അവകാശമുള്ളൂ, ഉമ്മാക്കും അവകാശമുള്ളൂ. എനിക്ക് ഒരു വീട് ഉണ്ടാകുന്നവരെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയില്ല എന്ന് വെല്ലുവിളിച്ച് ഷാജി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. നമുക്ക് നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വീട് എന്ന് പറയുന്നത് തള്ളന്റെ മാത്രം സ്വത്ത് മുതലൊന്നല്ല, എന്റെ അത്താനും കൂടി പേർക്കുള്ള മുതലാണ്. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ അത്തിയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ്. അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം. ഞാനാണ് ഫസ്റ്റ് ആ തള്ളനെ ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം, ഈ പറയുന്ന 2 താഴെയുള്ളവന്മാർക്ക് അവകാശമുള്ളൂ. ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വേണ്ട ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉമ്മാന്റെ പള്ളയെന്ന് വന്നത് ഞാനാണ് ആദ്യമെന്നും ഉമ്മ ആ തള്ളയുടെ ഉമ്മ എന്ന് വിളിച്ചത് ഞാനാണ് എന്നും എൻ്റെ അവകാശം കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവർക്കും അവകാശമുള്ളൂ എന്നുള്ള ഷാഹിദ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഏതായാലും അതെല്ലാം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും പോലീസ് സ്റ്റേഷനിലെ നടപടികളും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഇടപെടലുകളും എല്ലാം നല്ല ഒരു ശുഭസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സമയത്താണ് ഷാഹിദ വൃത്തികെട്ട പരിപാടി ചെയ്ത് അതിൻ്റെ ഒരു ശോഭ കളഞ്ഞത് എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഷാഹിദ ഇപ്പോൾ ഏതായാലും പുതിയ വീട്ടിലേക്ക് മാറാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്തുകൊണ്ടും നമ്മുടെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ആദ്യം അവസാനമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു, ഷാഹിദ നീ ചെയ്യേണ്ടത് എന്തെന്നാൽ ആ നെല്ലിക്കാട് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് കുറച്ച് മാറിയെങ്കിലും ഒരു വീടെടുത്തിട്ട് നീ താമസിക്കുക. അത് വാടകയ്ക്കായാലും പൈസക്കായാലും എല്ലാം ആരും ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരേണ്ട എന്നായിരുന്നു അന്ന് നീ പറഞ്ഞത്. തീർച്ചയായിട്ടും അവസാനമായിട്ട് നിനക്ക് ആ തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. ആ ഉമ്മയുടെ പ്രാർത്ഥന പടച്ചവൻ കേട്ടിരിക്കുന്നു. ആ ഉമ്മയ്ക്ക് മരണം വരെ അവരുടെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഇപ്പോൾ പടച്ച തമ്പുരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിനക്ക് സമാധാനം. നീ പറയുന്നുണ്ട് പുതിയ വീട്ടിലേക്ക് പോയതിനെ കുറിച്ചെല്ലാം നീ പറയുന്ന വീഡിയോ തന്നെ ആദ്യമായി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഷാജി പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചയിലേക്ക്. അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടോ. പുതിയ വീട്ടിലേക്ക് മാറി. സംഭവം പാലിപ്പ് കാച്ചിനുള്ള ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ. അവര് തീ കത്തിച്ചതിന്റെ കാര്യമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വീടാണ്, അടിപൊളി വീടാണ്. ഞങ്ങൾക്ക് പറ്റി ഇഷ്ടവും സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളൂ. നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതവരിവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുന്നിട്ടുള്ളൂ. സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽമാര കൊടുന്നു. പിന്നെ ഇത് ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം പണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സമാധാനമുണ്ട് കേട്ടോ അവിടെ. മനസ്സിന് കുറച്ച് സമാധാനമുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് നമ്മളിപ്പോ എത്തിയിട്ടുള്ളൂ. ഷാജിദ പറയുകയാണ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്, താമസിച്ചു പോയി. അത് താമസിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചന്ദനമുരുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലും അതിൻ്റെ രജിസ്ട്രാർ പൂരിപ്പിക്കലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് ഒരുപാട് അവിടെ 2 മണിക്കൂറോളം വണ്ടി തടഞ്ഞു വെക്കുകയും അവിടെ ലേറ്റ് ആവുകയും ചെയ്യുകയായിരുന്നു. എന്നാലും വൈകിട്ടാണെങ്കിലും ഷാജി അവരുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ ആ വീടും ആ സൗകര്യങ്ങളും എല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഷാജിദ നിനക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങളും നിന്നോട് ആശംസിക്കുകയാണ്. അപ്പോഴും നീ പറയുന്നുണ്ട് ഈ പുതിയ വീട്ടിൽ എനിക്ക് നല്ല സമാധാനമുണ്ട് എന്ന് നീ എന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞങ്ങളും നിന്നോട് ആദ്യം പറഞ്ഞത്. സമാധാനം ഉണ്ടാകണം. ആ സമാധാനം എന്നെന്നും നിലനിൽക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എന്നാൽ അവസാനമായി ഇന്ന് മുത്തു പുറത്തുവിട്ട ഒരു വീഡിയോ, ഷാജി അവർക്ക് അയച്ച ഒരു ഓഡിയോ ക്ലിപ്പ് വളരെ മോശകരമായ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഫാമിലി ആയിട്ടോ നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിന്നോ ഈ ഓഡിയോ ക്ലിപ്പ് യാതൊരു കാരണവശാലും കാണാൻ വേണ്ടി പാടില്ല. അത്രയ്ക്ക് മോശകരമായ ഒരു ഓഡിയോ ക്ലിപ്പാണ്. മലയാള നിഘണ്ടുവിൽ ഇന്ന് വരെ ഇല്ലാത്ത തെറികളാണ് ഷാജി ആ മുത്തുവിനെ വിളിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കുടുംബപരമായിട്ടോ ഇനി ആരുടെ അടുത്ത് നിന്നാണോ കാണുന്നെങ്കിൽ മാറി നിന്ന ശേഷം മാത്രം നിങ്ങൾക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. അതിനെക്കുറിച്ച് പറയാനുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിന് താഴെ എഴുതി അറിയിക്കുക. കാണാം. ഓനെ മുത്തു, തെളിവ് നിന്റെ അടുത്ത് മാത്രല്ല ഈ ഷാജിന്റെയിലും തെളിവ് കടക്കുന്നുണ്ട്. നിനക്ക് ഞാൻ ആരാന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീ എനിക്ക് തെളിയിച്ചു തരണം. ഞാൻ ആരിനെയൊക്കെ കയറ്റാൻ പോയി, ആരിനെയൊക്കെ ഇറക്കി, ആരിനെയൊക്കെ ക്വാർട്ടേഴ്സിൽ കയറ്റി. നിന്റെ കയ്യിൽ തെളിവുണ്ട് എന്നല്ലേ പറഞ്ഞത്? ആ തെളിവ് നീ ഇങ്ങടെ എനിക്ക് അയച്ചു കാട്ട്. എന്നിട്ട് ആരാ വരുന്നേച്ച് അവരുടെ കയ്യിൽ നീ തെളിവ് കൊടുക്ക്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പൊക്കിയില്ലെങ്കിൽ എന്നെ നീ വേറെ പേരിട്ട് വിളിച്ചോ.
എൻ്റെ മക്കളൊന്ന് എത്തിങ്ങാനും നിങ്ങളുടെ എത്തട്ടെ. പിന്നെ എൻ്റെ മക്കളെ കേടുവരുത്താൻ നീയല്ല നിന്റെ തന്ത കാതർ വിചാരിച്ചാലും നടക്കില്ലടാ നായിൻ്റെ മോനെ, നടക്കില്ലടാ. എൻ്റെ അളാമാൻ്റെ മക്കളുടെ സിനൂനി അസറൂനി മാത്രം നിനക്ക് കിട്ടിയിരിക്കും. എൻ്റെ മക്കളുടെ ദേഹത്ത് തൊടാൻ നിനക്ക് നിന്റെ മറ്റേത് ഞാനുണ്ടല്ലോ നിന്റെ കട്ട് ചെയ്താണ്ട് കളയും മൈര. നിനക്ക് നീണ്ടിട്ട് നടക്കണ്ടല്ലോ, 10-50 വയസ്സായ കളവികളുടെ പിന്നാലെ നടക്കണ്ടല്ലോ. പിന്നെ നിന്റെ പെങ്ങളിലൊക്കെ ഒരു ജോഡി ഡ്രസ്സ് ഇല്ലാണ്ട് നടക്കണ പെങ്ങൾക്ക് 2 ചാക്ക് ഡ്രസ്സ് കൊടുത്തത് ഞാനാടാ. പെങ്ങളുടെ മകളുടെ നാണം മറയ്ക്കാൻ കൂടി ഡ്രസ്സ് ഇല്ലാണ്ട് നടക്കണ പൂറി മോനെ, നിനക്ക് അതിനും കൂടി കഴിവില്ലല്ലോ. കഞ്ചാവ് അടിയ MDMഉം കഞ്ചാവും അടിച്ചിട്ട് നടക്കണ നാറി. നീ എന്നോട് ചലിക്കണടാ. എൻ്റെ മക്കളെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് ഞാൻ വീഡിയോ കോൾ പലർക്കും പല രീതിയിലും ചെയ്യടാ. നീ ആരാടെ ചോദിക്കാൻ? നീ എൻ്റെ വാപ്പ അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ, നീ എൻ്റെ വേറെ വല്ലതാടാ? നീ എൻ്റെ കെട്ടിയനാടാ മൈര, എന്നോട് ചോദിക്കാൻ നായിൻ്റെ മകനെ. അപ്പോൾ ഏതായാലും നിങ്ങൾ കേട്ടു കാണും. എത്ര നല്ല സംസ്കാര സമ്പന്നമായ വാക്കുകളാണ് നമ്മുടെ ഷാജിദ ബീഗം അല്ലെങ്കിൽ ചന്ദനം ഷാജിദ എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഷാജിദയെ അഭിസംബോധന ചെയ്യുന്നത്, അവൾ പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടു കാണും. ഏതൊരാണിൻ്റെ മുഖത്ത് നോക്കിയും ഇത്തരം സംഭാഷണങ്ങൾ നടത്തുന്നവർക്ക് എന്താണ് ശരിക്കും തിരിച്ചു കിട്ടേണ്ടത് എന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഇനി മുത്തു എന്ന് പറയുന്ന ഈ അയൽവാസിയും കുടുംബക്കാരനുമായ വ്യക്തി എത്ര തെറ്റുകൾ ചെയ്താലും ഇതായിരുന്നില്ല അതിനൊന്നുമുള്ള പൂമ്പൈ. ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറം ഇരുന്ന് തീരുമാനം എടുത്തിട്ട് അത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ സ്റ്റേഷനിലോ മറ്റു കാര്യങ്ങളോ പോയിട്ട് അതിന് തീരുമാനമാക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വളരെ മോശകരമാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും ഞങ്ങളിതെന്തിനാണ് ഇവിടെ കൊണ്ട് സംപ്രേഷണം ചെയ്യുന്നത് എന്ന്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ അറിയണം. കാരണം അതൊരു യൂട്യൂബർ ആയതുകൊണ്ടും ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും ഇത് സോഷ്യൽ ഇമേജുള്ള ഒരു വ്യക്തിയാണ് ഷാജിദ ഷാജി എന്നതുകൊണ്ടും അവർ പ്രൊഡക്റ്റും മറ്റു കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി വിൽപ്പന നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരാളാണ് എന്നുകൊണ്ടും അവരുടെ മുഖം എന്താണ് എന്നുള്ളത് ഈ സമൂഹത്തിലുള്ള എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇതിന് നമ്മളെ തെറി പറഞ്ഞു വരരുത്. ഇത് മുത്തു അദ്ദേഹത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ നമുക്ക് പ്രതികരിക്കാനില്ല. ഇനി ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായെങ്കിലും നിങ്ങൾ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.